കുറച്ച് നാളായിട്ട് ഹൊറർ സിനിമ കണ്ടതുകൊണ്ട് പറയുന്നതല്ല, എന്നാലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും വളരെ നന്നായിട്ടുണ്ട്. ലോ ബഡ്ജറ്റ് ചിത്രമാണ്. ഭയങ്കര ഇതൊന്നും അല്ലെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കണ്ടെത്താൻ പറ്റും. നല്ല സിനിമയാണ്. അവതരണമൊക്കെ കൊള്ളാം. കുറച്ച് നാളായിട്ട് ഹൊറർ സിനിമ കണ്ടതുകൊണ്ട് പറയുന്നതല്ല, എന്നാലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും വളരെ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് മേക്കിംഗ് ആണ് അതിൽ എടുത്തു പറയേണ്ടത്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം കാണുന്ന പോലെ തന്നെ ഉള്ള ഒരു പ്രതീതി ഉണ്ടായിരുന്നു. വളരെ നല്ല പടമായിരുന്നു. സോങ്സ് എടുത്തു പറയേണ്ടതാണ്. വളരെ നല്ല എഡിറ്റിങ്ങും എല്ലാം നല്ലതായിരുന്നു. പേടിക്കാനുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയൊരു ഹൊറർ രീതിയിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് അതിൻ്റെ അകത്ത് ഉണ്ട്, കണ്ടുകൊണ്ടിരിക്കാനായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പെർഫോമൻസ് ഓൾ ഓവർ എല്ലാവരുടെയും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഒന്നും എടുത്ത് പറയേണ്ടതായിട്ടില്ല, എല്ലാവരുടെയും നന്നായിട്ടുണ്ട്. എന്തായാലും ഗായത്രി മേഡം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പേടിക്കാൻ വേണ്ടിയുള്ള നല്ല പടമാണ്. ഇപ്പം നമ്മൾ കുറച്ച് നാളിന് ശേഷം അങ്ങനെ പ്രേത സിനിമകളൊന്നും അങ്ങനെ വരാത്തത് കൊണ്ട്, പക്ഷേ എന്നാലും അതായത് പുതിയ രീതിയിലുള്ള മേക്കിങ്ങും ആണ് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞത്. അതായത് എഡിറ്റിങ് അങ്ങനെയുള്ള പുതിയ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലോ ബഡ്ജറ്റ് ചിത്രമാണ്. ഭയങ്കര ഇതൊന്നും അല്ലെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കണ്ടെത്താൻ പറ്റും. പുതിയ വിഷ്വലൈസേഷൻ, ഗ്രാഫിക്സ് അങ്ങനെയുള്ള പുതിയ കാര്യങ്ങളിൽ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫാമിലിയിൽ വന്ന് കണ്ടിരിക്കാൻ പറ്റും. നല്ല സിനിമയാണ്. പോയി ഒന്ന് കാണണം. അതൊരു തയ്യൽ മെഷീന്, അതായത് ഒരു ഓബ്ജക്റ്റ് ആണല്ലോ. അതിൽ നിന്നാണ് ആ പ്രേതം വരുന്നതും അതിൽ നിന്നും അങ്ങനെ ഒരു സാധനം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെല്ലാത്തിലും അങ്ങനെ പല ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ആ ഓബ്ജക്റ്റിനെ നമ്മൾ ബേസ് ചെയ്തുകൊണ്ടാണ് അതിനകത്ത് വെച്ചത്. പക്ഷേ നമ്മളെ മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതിൻ്റേതായ രീതിയിലുള്ള കുറേ മേക്കിംഗ് ഒക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗായത്രി മേഡത്തിൻ്റെ വേഷവും പിന്നെ ഇല്യാസിൻ്റെ എല്ലാ വേഷവും നന്നായിട്ട് ഓരോ കഴിവനുസരിച്ച് ചെയ്തിട്ടുണ്ട്.